അവന് ചേച്ചിയെ കൊണ്ടുപോകാൻ പോണതിന് 2 ദിവസം മുന്നേ ചേച്ചി അടിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പേരുകുട പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഓണത്തിന് തന്നെ ഇവളെ കൊണ്ടുപോകാൻ നേരത്ത് പേരുകുട പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. ബോധം കെട്ട് കിടക്കണം, അന്ന ഒന്ന് നോക്കത് ബോധം കെട്ട് കിടക്കുകയാണോ, എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി എത്താൻ അല്പം വൈകിയതുകൊണ്ട് അണ്ണൻ തന്നെ നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് നമ്മൾ ഈ വീട്ടിലെ ഉടമസ്ഥനെ, അതായത് വാടകയ്ക്ക് കൊടുത്ത ആളിനെ, ജിജോ എന്ന് പറഞ്ഞ പയ്യനെ വിളിച്ചറിയിച്ചു. ഇതുപോലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പെൺകുട്ടി ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ റബ്ബർ തോട്ടത്തിൽ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. കാട്ടാക്കട പുതിയാവളിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മായാമുരളിയാണ് വീടിന് സമീപത്തായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് രജിത്ത് ഒളിവിലാണ്. ഇന്ന് രാവിലെ 10:30 റബ്ബർ ടാപ്പിങ്ങിനെത്തിയവരാണ് മായാമുരളിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പേരൂർക്കടയിൽ നിന്നും കാട്ടാക്കട മുതിയാവളിയിൽ 2 മാസം മുമ്പ് ഭർത്താവ് രഞ്ജിത്തുപൊത്ത് താമസത്തിനെത്തിയ മായാമുരളിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താമസിക്കുന്ന വീടിന്റെ സമീപത്ത് 100 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. കണ്ണിനും നെഞ്ചിനും പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം. വീട്ടിൽ നിരന്തരം വഴക്കും ബഹളവും കേട്ടിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അജ്ഞാതനായ ഒരാൾ ഇടയ്ക്കിടെ ഈ വീട്ടിൽ വന്നുപോയതായും ചിലർ മൊഴി നൽകി. എന്നാൽ ഇത്തരത്തിലൊരാളുടെ വിവരം തങ്ങൾക്കറിയില്ല എന്നാണ് മായയുടെ ബന്ധുക്കൾ പറയുന്നത്. 8 വർഷം മുമ്പ് മായാമുരളിയുടെ ആദ്യ ഭർത്താവ് അപകടത്തിൽ മരിച്ച ശേഷം 1 വർഷം മുമ്പാണ് കുടപ്പനക്കുന്ന് സ്വദേശി രജിത്തുമായി ഒരുമിച്ച് താമസം തുടങ്ങിയത്. ഒരു 2-2.5 മാസത്തിനകത്തോളമായി ഇവിടെ വാടകയ്ക്ക് താമസത്തിന് വന്നിട്ട്. അപ്പം ഇവരെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഈ സ്ത്രീയെ. ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു 10:30 ആയപ്പോഴത്തേക്ക് റബ്ബർ വെട്ടാൻ വന്ന അണ്ണൻ പറഞ്ഞു, ഇതുപോലെ ഒരു സ്ത്രീ ബോധം കെട്ട് കിടക്കുകയാണ്, മെമ്പർ ഒന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അത് ബോധം കെട്ട് കിടക്കണം, അണ്ണ ഒന്ന് നോക്കത് ബോധം കെട്ട് കിടക്കുകയാണോ, എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി എത്താൻ അല്പം വൈകിയതുകൊണ്ട് അണ്ണൻ തന്നെ നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് നമ്മൾ ഈ വീട്ടിലെ ഉടമസ്ഥനെ, അതായത് വാടകയ്ക്ക് കൊടുത്ത ആളിനെ, ജിജോ എന്ന് പറഞ്ഞ പയ്യനെ വിളിച്ചറിയിച്ചു. ഇതുപോലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പെൺകുട്ടി ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്, വരണമെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. സാറെല്ലാം കറക്റ്റ് ഇവിടെ വന്നു, വേണ്ട നടപടികളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് രജിത്ത് എന്നാണ് ഭർത്താവിൻ്റെ പേര്, ഇവളുടെ പേര് മായാമുരളി എന്നാണ്. അപ്പോൾ ഈ കുട്ടിക്ക് 37 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ അറിവനുസരിച്ചിട്ട് ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞിന് ഓട്ടിസം ബാധിച്ച കുട്ടിയാണെന്നാണ് പറയുന്നത്. 12 വയസ്സുണ്ട്. ഇളയ കുഞ്ഞിന് 7 വയസ്സ്. 2 പെൺമക്കളാണ് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം വേറൊരാളുടെ കൂടെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ പറ്റിയത്. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതിൽ ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. രജിത്തിന്റെ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്ന ബന്ധുക്കൾ പലതവണ മായയെ ബന്ധമുപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഓട്ടിസം ബാധിച്ച മായയുടെ ആദ്യ ഭർത്താവിലുണ്ടായ കുട്ടിയെ കാണാനായി 2 ദിവസം മുമ്പ് മണ്ണന്തലയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ മായയെ രജിത്ത് ആശുപത്രിയിലെത്തി മർദ്ദിച്ചിരുന്നു. മായയെ കൊന്നതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അവന് ചേച്ചിയെ കൊണ്ടുപോകാൻ പോണതിന് 2 ദിവസം മുന്നേ ചേച്ചി അടിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പേരുകുട പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഓണത്തിന് തന്നെ ഇവളെ കൊണ്ടുപോകാൻ നേരത്ത് പേരുകുട പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. അപ്പം അന്ന് ഇവള് മേജറായിരുന്നു, അവൻ മേജറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പോലീസുകാരുടെ നിലപാട്. കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. ഒരു കുട്ടിക്ക് ഫുള്ളി ഓട്ടിസവും താഴ്ഭാഗം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടി, ഇരുന്ന് നീങ്ങാൻ അല്ലാണ്ട് ആ കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ സാഹചര്യമാണ്. അപ്പോൾ ഇവളെ സ്റ്റേഷനിൽ വെച്ച് കാല് പിടിക്കും പോലെ പറഞ്ഞു, നിമ്മേച്ചി നീ തിരിച്ചു വാ. അവന്റെ ക്യാരക്ടർ പോലീസുകാർ അന്വേഷിച്ചിട്ടും പറഞ്ഞത് ക്യാരക്ടർ ഓക്കെ അല്ല. അവ ഇതിനു മുന്നേ ഒരു പെണ്ണിനെ മാരേജ് ചെയ്യലില്ല. ഇതിനു മുന്നേ ഒരു പെണ്ണുമായിട്ട് കൂടെ കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ച് കേസ് കൊടുത്തതാണ്. ദേഹോപദ്രവം കാരണം രക്ഷപ്പെട്ട് ഓടുമ്പോലെ ഓടിയതാണ്. അപ്പോൾ ഇവളെ ഈ മുറിവ് 5 സ്റ്റിച്ച് അവൾ അന്ന് നമ്മളോട് പറഞ്ഞത്, ഇവള് പോണേക്കാളും മുമ്പ് വന്ന സ്റ്റിച്ചാണ്. അന്ന് നമ്മളോട് അവൾ പറഞ്ഞത് അവളെ ബൈക്ക് ആക്സിഡന്റ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൾ ആ അടിച്ചിട്ട് 5 സ്റ്റിച്ച് വന്ന മുറിവ് കണ്ട സാക്ഷിയായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണം ഇങ്ങനെ ഒരു കാര്യം അവനാണ് ചെയ്ത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ അവളോട് അത് ചോദിച്ചിട്ട് അവളത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടായിരിക്കും. പോലീസുകാരോടും അക്സെപ്റ്റ് ചെയ്തില്ല. അതങ്ങ് പോയതിന് ശേഷം ഞാൻ ഒരു 8 മാസമായി ഇപ്പൊ പോയിട്ട്. കഴിഞ്ഞ ദിവസം അവളെ പിള്ളേര് മൂത്ത കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഈ ദേഹത്തിൽ തടവാനും പിഴിയാനൊക്കെ ആയിട്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ. അപ്പം അവിടെ വെച്ച് ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് താഴെ വരെ അടിച്ചുകൊണ്ട് പോയതായിട്ട്
ചേച്ചിയുടെ മോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അതെ അതെ, കാരണം ഇത്രയും ഇൻസിഡന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പോലീസുകാർ അന്വേഷിച്ചതും നമ്മൾ അന്വേഷിച്ചതും ഒക്കെ അവൻ അവളെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടാവും, അവളെ കൊന്നിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവളെ കിടക്കണ കിടപ്പ് കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അവൾ ആശുപത്രി വരാന്നൊരു വാക്ക് പറഞ്ഞ് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അവൾ ആശുപത്രി വരാൻ വേണ്ടി ഒരുങ്ങി കിടക്കുമ്പോഴാണ് അവിടെ കിടക്കണം. റൂറൽ SP, DYSP എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി. കാട്ടാക്കട തഹസിൽദാർ ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടൈം വി ന്യൂസ്, തിരുവനന്തപുരം.